UK and Europeലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com-ൽ കോൺടാക്ട് ചെയ്യുക. UK and Europe. എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ നല്ല സിനിമ. നല്ല പടമാണ്. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഒരു ആസിഫ് അലി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞൊരു പടമാണ്. നമ്മുടെ ഒരു സൺഡേ ഹോളിഡേയ്സിൻ്റെ ഒക്കെ സ്റ്റൈലിൽ നമുക്ക് കണ്ടിരിക്കും. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം ചെറുപ്പക്കാർക്ക് കുറച്ച് അറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ. നല്ല സിനിമ കേട്ടോ. ശരിക്കും പറഞ്ഞാലേ വ്യത്യസ്തമായ സിനിമ എന്നുള്ള ഉപരിയായിട്ട് പറയാൻ പറ്റുന്ന കുറേ നാൾ കൂടിയിട്ട് പണ്ടൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. അങ്ങനെ കുറേ നാൾ കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ, ഫീൽ ഗുഡ് സിനിമ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഫാമിലിക്ക് കയറാം. എല്ലാവരെയും ഒരു പ്രത്യേകിച്ച് 84-ലെ ആ ഒരു ജനറേഷനെയൊക്കെ ശരിക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സേതു നന്നായിട്ടുണ്ട്. ഫാമിലി മൂവിയാണ്. നല്ല രസമായിട്ടുണ്ട്. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി മഹേഷിൻ്റെ ജീവിതത്തിൽ ആ മാരുതി കാറ് വന്നപ്പോഴത്തുള്ള ആ ഒരു ചേഞ്ച് വളരെ മനോഹരമായിട്ടുണ്ട്. സേതു സാറ് സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ വണ്ടി പ്രേമികൾക്കൊക്കെ ഒത്തിരി മിസ് ചെയ്യും ഈ സിനിമ കണ്ട. സ്വന്തം വണ്ടി എന്താ പറയുക ഭയങ്കര രീതിയിൽ മിസ് ചെയ്യുന്നൊരു എന്താ പറയുക പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഇതിൽ പറയുന്നത് വെച്ചാൽ എൻ്റെ വണ്ടി മിസ് ചെയ്തു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. സോ എല്ലാവർക്കും വന്ന് കാണുക. നല്ലൊരു പടമാണ്. നല്ല എന്താ പറയുക കഥ പറയുന്ന സിനിമയിലേക്ക് ശേഷം മമതയും എന്താ പറയുക ആസിഫും കൂടി ഒന്നിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു പടം. ഉപയോഗിക്കുന്ന വാഹനങ്ങളോട് ഭയങ്കര ക്രേസ് ഉള്ളവരാണെങ്കിൽ, ഒരു ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അത് സെയ്ജ് ചേട്ടൻ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഫൈസ് ചേട്ടൻ്റെ ക്യാമറ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് കേദാർ പുതിയ ആളാണ്. നന്നായിട്ട് മ്യൂസിക് വന്നിട്ടുണ്ട്. ആസിഫ്ക മമത ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസും വളരെ നല്ലതായിരുന്നു. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ള മൂവിയാണ്. എല്ലാവരും കാണാം. നല്ല രസമുണ്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. മ്യൂസിക്കും സിനിമോട്ടോഗ്രാഫി എക്സെപ്ഷണൽ ആണ്. നല്ല രസമുണ്ട്. പിന്നെ ആസിഫ് അലി മമത അവരുടെ പേര് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് കേട്ടു. വളരെ നന്നായിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട്. കാരണം വളരെ ഇമ്പോർട്ടൻസ് ആണ്. മമത ലൈഫിൽ ഉള്ള പോലെ തന്നെ ആസിഫ് അലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാറ്. സോ നന്നായിട്ടുണ്ട്. നല്ലൊരു പടം, തീർച്ചയായിട്ടും കാണാവുന്നൊരു പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ പുതിയ പിള്ളേരുടെ കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ളത് അർത്ഥവത്താക്കി കഥയാക്കിയിട്ട് സിനിമയിൽ കൊണ്ടുവന്ന് നന്നായിട്ട് അവതരിപ്പിച്ചു. വളരെ നല്ല പടം. സംതിങ് ഡിഫറെൻറ്റ് സ്റ്റോറി. ഓൾസോ സെയിം തിങ്. നല്ല ലവ് സ്റ്റോറി ആണെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ്. ഫാമിലിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ചിത്രം. പടം നന്നായിട്ടുണ്ട്. പടം മഹേഷും മാരുതി ഹിറ്റാണ്. അതെ. കാരണം ആ ഫാമിലി ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ചിത്രമായിരിക്കും. വീട്ടിലൊരു വണ്ടിയുള്ളവർ തീർച്ചയായിട്ടും ഈ പടം കണ്ടിരിക്കും. കാരണം ഒരുപാട് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് ഒരുപാട് കുടുംബപരമായിട്ട് ഒരുപാട് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചിത്രമായിരിക്കും. നന്മയുള്ള ചിത്രമാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണും. കാറിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു ഇമോഷൻസ്, നമ്മളതിനെ വെറുതെ ഒരു വണ്ടിയായിട്ട് കാണാൻ പാടില്ല. അതിലൊത്തിരി ഇമോഷൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഭംഗി. ഓക്കെ, താങ്ക് യു. യു ക്യാൻ സേ. Very nice movie. We loved it a lot and beautiful emotions, very nice plot and music is very good, fantastic. Overall good movie, beautiful movie, great music. ഇത് നമ്മൾ ഇതിലൊറ്റ ഡയലോഗ് എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയത് തിങ്ക് ബിഗ് എന്നുള്ളൊരു ഡയലോഗ് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ചെറുതിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ഒത്തിരി വലുതാവുക, വലിയ ആശയങ്ങൾ മനസ്സിൽ വരിക. ഇപ്പോൾ നിങ്ങളിപ്പോഴുള്ളവരൊക്കെ ഈ ചെറുതിൽ നിൽക്കാതെ ഇനിയും വലിയ ആളുകളാവാന്നുള്ളൊരു ബിഗ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതൊരു നല്ല ക്ലീൻ അണ്ടറിയുന്ന മൂവിയാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബിഗ് സക്സസ്. നല്ല ഫിലിമാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മേക്കാണ്. ഇറ്റ്സ് എ ലവ്ലി ഫിലിം. ആ മാരുതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഫിലിമിൽ? ആ മാരുതി കാർ ശരിക്കും ഒരു ഐക്കോണിക് കാറ്. അതിലിത് പടത്തിൻ്റെ ഒരു മെയിൻ കഥാപാത്രം കൂടിയാണ്. അത് നല്ല ഫ്ലോയിൽ എടുത്തിരിക്കുന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞ് ഒരു മാരുതിക്കാരൻ്റെ കഥയാണ്. സംതിങ് ബിയോണ്ട് ദാറ്റ്. ഇറ്റ്സ് എ വെരി ബിഗ് ഫിലിം. സേതുവിനെ എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും. നല്ലൊരു ഡയറക്ഷനാണ്. നല്ലൊരു ടീം വർക്കാണ്. ആൻഡ് ദിസ് ഫിലിം ഇസ് ഗോയിങ് ടു ബി എ ഹിറ്റ്. താങ്ക് യു. തിയേറ്റർ റെസ്പോൺസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു ഫീൽ ഗുഡ് സിനിമ. ആസിഫ് കരയിച്ചു എന്ന് പറയണം ഏറ്റവും അവസാനം. ഇത്തിരി ഇമോഷണൽ അവസാനം. അതെല്ലാം ഇഷ്ടപ്പെട്ടു.
എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പ്രത്യേകിച്ച് സിബ് സാറെ കണ്ടിട്ട് ഭയങ്കര അപ്രിസിയേഷൻ പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാനും കൂടെ ചെറിയൊരു ഭാഗമായ സിനിമയാണ്. അപ്പോൾ സിനിമ പ്രേക്ഷകരാണ് കണ്ടിട്ട് പറയേണ്ടത് എങ്ങനെയാണെന്ന്. പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇപ്പോൾ പ്രത്യേകിച്ച് ആസിഫ് മമത 12 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ സേതുവേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു. എല്ലാവരും മിഡിൽ ക്ലാസ് ആൾക്കാരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു കാറാണല്ലോ മാരുതി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചെറിയൊരു കാർ, അപ്പോൾ അതും ആ മഹേഷും കൂടിയുള്ള റിലേഷൻഷിപ്പാണ് സിനിമ മുഴുവൻ. അല്ല, ഇത് സിനിമ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ഒരു വാഹനമൊക്കെ ഉള്ള ആളുകളായിരിക്കും. സൈക്കിളോ അല്ലെങ്കിൽ കാറോ 2 വീലറോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനോടുള്ളൊരു ഇഷ്ടവും അതിനോടുള്ളൊരു എന്താ പറയുക ഇമോഷൻസും ഒക്കെ ഉണ്ടല്ലോ നമുക്ക്. ഒരു മെറ്റീരിയലിസ്റ്റിക് അങ്ങനെയുള്ളൊരു വസ്തുവിനോടുള്ള ഇഷ്ടവും. പിന്നെ ഇതിൽ ആക്ച്വലി ഇറ്റ്സ് എ റിയലി എ ഫീൽ ആൻഡ് ഫീൽ ഗുഡ് മൂവി. ആസിഫ് അലി ആൻഡ് മംത മോഹൻദാസ് ട്രമൻഡസ് പെർഫോമൻസ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇത് മലയാളത്തിൽ. അതെ, ഫസ്റ്റ് മൂവി ആസ് എ സ്റ്റാൻഡ് അലോൺ മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ് മൂവിയാണ് മലയാളത്തിൽ. വളരെ സന്തോഷമുണ്ട്. അടിപൊളി. ആഫ്റ്റർ കട തുടർന്നു ആ മൂവി കഴിഞ്ഞിട്ട് ദിസ് ഇസ് ദ മൂവി ദാറ്റ് ഇസ് കമ്മിങ് ഔട്ട് ആഫ്റ്റർ 10 years ഐ തിങ്ക് അല്ലേ. അതുകൊണ്ട് വെരി എക്സൈറ്റഡ്. താങ്ക് യു. അതെ. സോ ബേസിക്കലി ഇവൻ ഐ എം എ കാർ എൻതൂസിയാസ്റ്റ്. സോ നന്നായിട്ട് ഇമോട്ട് ചെയ്തു. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്ക്രിപ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇമോട്ടഡ് മീ എ ലോട്ട്. സോ അതുകൊണ്ട് വർക്ക് ഔട്ട് വെരി ബ്യൂട്ടിഫുള്ളി. മഹേഷ് മാരുതി നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ആസിഫിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇമോഷണലാണ്. നമ്മൾ പണ്ട് മമതയും ആസിഫിക്കയും കൂടി ഒരുമിച്ചുള്ള ഒരുപാട് നല്ല ആ മൊമെൻറ്റ് കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു നൊസ്റ്റാ മൂഡ്. നല്ല അടിപൊളി പടം, രസമുണ്ട്, നല്ല പടം. വളരെ നല്ല സിനിമ. വളരെ നല്ല ഓരോ ആക്ടിങ് മാത്രമല്ല, ഓരോ കഥാപാത്രങ്ങളും സിനിമ കഴിഞ്ഞാലും മനസ്സിൽ പോകും. അത്ര നല്ല കഥാപാത്രങ്ങളാണ്. ഓരോ കഥാപാത്രങ്ങൾക്കും ഇണങ്ങിയ രീതിയിലുള്ള ഓരോ സംഭവം. പ്രേംകുമാറൊക്കെ വളരെ ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അത്ര നല്ല ജീവനുള്ള കഥാപാത്രങ്ങൾ. വളരെ നല്ല സിനിമ. UK and യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com കോൺടാക്ട് ചെയ്യുക. UK and Europe ടൂർ എക്സ്പെർട്ട്.